ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോവുകയാണ് കേട്ടോ. അതായത് സയോണക്കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ അഞ്ചിരിപ്പള്ളിയുടെ മുറ്റത്താണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ കയറാനായിട്ട് അത്യാവശ്യം എല്ലാവരും എത്തി. അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടങ്ങി. കുറച്ച് പേരും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ രാവിലെ തന്നെ വലിയ ഉഷാറാണ് കേട്ടോ. രാവിലെ തന്നെ ചേട്ടൻ വണ്ടിയിൽ പാട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് കോട്ടയത്തുള്ള മാംഗോ മഡോസ് എന്ന് പറഞ്ഞൊരു അഗ്രികൾച്ചർ പാർക്കിലേക്കാണ്. വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് നടന്ന് നമ്മൾ ഏറെക്കുറെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞു. ചെറിയ കുട്ടികളാണ്, LP സ്കൂളിലെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതനുസരിച്ചിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വേണമുള്ള കുട്ടികളെ കൊണ്ടുപോകാൻ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച സ്ഥലമാണ്. സയനക്കുട്ടിയുടെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. പക്ഷേ സയനക്കുട്ടി ഒരു സൈഡായി ഇരിക്കുകയാണ്. ആള് രാവിലെ തന്നെ വോമിറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. എന്ന് യാത്ര പോയാലും എവിടെ പോയാലും അങ്ങനെയാണ്. അപ്പോൾ ഇനി കുറച്ചൊന്ന് കഴിയണം ആളൊന്ന് ഉഷാറായിട്ട് വരാൻ. അങ്ങനെ നമ്മളിപ്പം നിൽക്കുന്നത് കുറവലങ്ങാട് പള്ളിയുടെ പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങും. പള്ളിയിൽ കയറുന്നുണ്ട്. അത് നമ്മൾ തിരിച്ച് വന്നതിന് ശേഷമായിരിക്കും കയറുന്നത്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം വെജിറ്റബിൾ കറിയാണ് കേട്ടോ, പിന്നെ ചായ. ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും വീണ്ടും വണ്ടിയിൽ കയറി യാത്രയൊക്കെ തുടങ്ങി. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ട്, അവർ പറയുന്ന പാട്ടുകളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്ന പാട്ട് നമ്മൾ വീഡിയോയിൽ കേൾപ്പിക്കുന്നില്ല. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പാർക്കിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ക്യൂ നിൽക്കുകയാണ്. പാരൻസും ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടെ കൂടി അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇത് ചെറിയ പാർക്കാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ആ പച്ച ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ ഗൈഡ്. അവിടെ ചെല്ലുന്ന നമുക്കൊരു ഗൈഡിനെ കിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ച് പോരുന്നത് വരെ എല്ലാ കാര്യത്തിനും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. കുട്ടികളെ കൊണ്ടൊക്കെ ഒത്തിരി സുരക്ഷിതമായിട്ട് വന്നിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ സ്കൂളിൽ ഉള്ള ഏതാണ്ട് റൈഡുകളൊക്കെ തന്നെയായിരുന്നു ഈ ചെറിയ പാർക്കിൽ ഉണ്ടായിരുന്നത്. അത് പക്ഷേ വലിയവർക്കും കയറാൻ പറ്റുന്ന തരത്തിലുള്ള പാർക്കാണ്. അങ്ങനെ ടീച്ചേഴ്സും പാരൻസും ഒക്കെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. അത്ര നല്ല രസമായിരുന്നു അവിടെ. അപ്പം അങ്ങനെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ കാണാം കേട്ടോ.
പാർക്കിൽ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് പെഡൽ ബോട്ടിംഗ് നടത്തുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്ന 2 പേര് ബോട്ടിൽ കയറണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികളെ കൂടി മൊത്തം 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ബോട്ടാണ്. അങ്ങനെ ഏതാണ്ട് കുറച്ച് പേര് ബോട്ടിൽ കയറി അവർ 1-2 റൗണ്ട് വെച്ചതിന് ശേഷം അടുത്ത് ബാക്കിയുള്ളവരെയും കൂടെ കയറ്റാൻ പാകത്തിനാണ് കേട്ടോ നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൊച്ച, അതായത് നമ്മുടെ നാളിൻ്റെ പേരുകളുള്ള മരങ്ങൾ, എനിക്ക് അതിനെ കൃത്യമായിട്ടൊന്നും അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ അവിടെ അങ്ങനെ പേരുകളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ചേട്ടൻ ഓടക്കുഴൽ വായിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ കരമൊക്കെ വെച്ചിട്ട്, അപ്പോൾ അതിനൊപ്പം ടീച്ചറും മറ്റ് ഞങ്ങളുടെ കൂടെയുള്ളൊരു പാരൻ്റൊക്കെയാണ്. അപ്പം ഞങ്ങളവിടെ ഇരുന്ന് അറിയാവുന്നതുപോലെ ഞങ്ങൾ ആ ചേട്ടനൊപ്പം പാട്ടൊക്കെ പാടി. അപ്പം നല്ല രസമായിരുന്നു. കുറേ നേരം ഒരുപാട് മരങ്ങൾ, ആ മരത്തിൻ്റെ എനർജി നമുക്ക് ആ നാളുകാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ സ്ഥലത്ത് നേരത്തെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും അവരവരുടെ നാളിൻ്റെ പേരുള്ള മരം അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ പോന്നു. ഇനി എന്തൊക്കെയാണ് കാഴ്ചകൾ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുട്ടവഞ്ചിയുണ്ട്, കുട്ടവഞ്ചിയിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുപോലെ വള്ളത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോസ് കിട്ടിയില്ല. ഞാനിപ്പോൾ പലരുടെയും കയ്യിൽ നിന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഫുൾ വീഡിയോ ആക്കി എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികളെ അടുത്ത സ്ഥലത്തേക്ക്, ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നതാണ്. ഒരുപാട് നേരം, ഒത്തിരി നേരം നമുക്കൊരു ദിവസം നടന്നാൽ കണ്ടു തീരില്ലാത്തത്ര സ്ഥലമുണ്ട്. പക്ഷെ നമുക്ക് സമയം ലിമിറ്റുണ്ട്. ഓരോ റൈഡിലും കയറി അതുപോലെ ഓരോന്നും കണ്ട് വിശദമായിട്ട് കണ്ടു വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. അപ്പം സാധിക്കുന്നവർക്കൊക്കെ പറ്റുന്നവർക്ക് പോവുക. അവിടെ ഒരു ദിവസം നന്നായിട്ട് നമുക്ക് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ഏതാണ്ട് ഉച്ചയായിട്ടില്ല, എന്നാലും ഏകദേശം നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇരുന്നു. കാരണം കുഞ്ഞു കുട്ടികളാണ്, അതുപോലെ നല്ല തിരക്കുള്ള സമയമാണ്. ഒരേ സമയം അവർ ഇത്രയും പേർക്ക് അവിടെ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം ഒരു സ്കൂളിൽ നിന്ന് എത്രയോ കുട്ടികളൊക്കെയാണ് ചെല്ലുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് വേഗം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത റൈഡിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു സെക്ഷൻ മാത്രമല്ല ഉള്ളത്, പലതരത്തിലുള്ള റൈഡുകൾ, അതായത് ഓരോ കുട്ടികളുടെയും പ്രായം അനുസരിച്ച് അവർക്ക് പറ്റിയ റൈഡുകളിലാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല എത്ര കുട്ടികളെ പങ്കെടുപ്പിക്കണം, അല്ലെങ്കിൽ എത്ര പേർക്ക് സാധിക്കുന്നതാണ്, ഏത് പ്രായത്തിലുള്ളവർക്കാണ് എന്നൊക്കെ അവർ തന്നെ അവർക്കറിയാം. അതനുസരിച്ച് അവരത് നമ്മളെ കൊണ്ടുപോയി ഓരോ റൈഡിലും കയറ്റുന്നുണ്ട്. സൈനക്കുട്ടിയുടെ ക്ലാസ്മേറ്റ്സും ആണ് കേട്ടോ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ദീപു സാറ് അമ്പ് എയ്ത് നോക്കുകയാണ് കേട്ടോ. സാറ് മാത്രമല്ല, അവിടെ ടീച്ചേഴ്സും പാരൻസൊക്കെ നോക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വലിയവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. നമുക്കും കുട്ടികളുടെ പുറകെ നടന്ന് നമ്മളുടെ സമയം പോകും, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇത് വേണ്ട. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ അവിടുത്തെ എല്ലാ റൈഡുകളും ഒക്കെ കയറിയതിന് ശേഷം നമ്മൾ വൈകുന്നേരം തിരിച്ച് നമ്മൾ പള്ളി എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറവിലങ്ങാട് പള്ളി, ഇതാണ് കുറവിലങ്ങാട് പള്ളി. ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. പള്ളിയെപ്പറ്റി അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം നമുക്കിതിനെപ്പറ്റി വലിയ അറിവുകളൊന്നുമില്ല. ഇതാണ് പള്ളിയുടെ ഏതാണ്ട് ഒരു ഫ്രണ്ട് വശമാണ്. അവിടുത്തെ കൊടിമരമാണ് ഈ നിൽക്കുന്നത്. അപ്പം അതിനുശേഷം നമ്മളിതാ തിരിച്ച് വീണ്ടും യാത്ര തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പം
അപ്പോൾ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് കുട്ടികൾ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ, കുട്ടികൾ മാത്രമല്ല ടീച്ചേഴ്സും ഒക്കെ കൂടിയിട്ട്. അങ്ങനെ വൈകുന്നേരം ഏതാണ്ട് ഒരു രാത്രിയായി നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ ഉള്ള ഓർഡർ എടുക്കുന്ന ഒരു സമയമാണ് കേട്ടോ അത്. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു വന്നിരുന്ന നമ്മൾ തിരിച്ച് നമ്മുടെ അഞ്ചൽ പള്ളിയുടെ മുറ്റത്തെത്തി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. എന്നായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.